ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ ഫ്രൈ കറി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാൻ ഇതിന് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ചിക്കൻ മസാലയും കൂടി ഏതാണെന്ന് വെച്ചാൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ ഇതുപോലെ അങ്ങ് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ ഇനി ഈ ചിക്കനൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചിക്കനാണ് കഴിക്കുന്നതെന്ന് ഒരിക്കലും തോന്നില്ല കേട്ടോ. ബീഫ് കറിയൊക്കെ കഴിക്കില്ല, അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സബോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സായി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിന് മസാലയൊക്കെ പിടിച്ച് കളറൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി വലിയ പാനായിപ്പോയി. അപ്പോൾ ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ട് സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഇനി നമുക്കൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞത്. എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ അളവും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ എരിവ്, അതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നമുക്ക് അടപ്പിട്ട് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇതായി വരുന്ന നന്നായിട്ടൊന്ന് കുക്കായി വരും കേട്ടോ. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ചിക്കനൊക്കെ പാതി കുക്കായി വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ഞാൻ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പത്തിരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.